തംബ്നെയിലിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ വീഡിയോ നമ്മൾ തന്നെ കണ്ട് നമ്മുടെ വാച്ച് അവർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത് എന്ന് ഡൗട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ബിഗിനേഴ്സ് ആയിട്ടുള്ള, അതായത് യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരുടെ ആഗ്രഹമാണ് 1K എബോ സബ്സ്ക്രൈബേഴ്സ് വേണം. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴായാലും ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോഴായാലും അറ്റ്ലീസ്റ്റ് ഒരു 1K എങ്കിലും വ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവർ. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ചാനലിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മാത്രമല്ല, ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് ആയാലും അവരുടെ ചാനൽ ഫ്രീസ് ആകുന്നതിനുള്ള മെയിൻ റീസൺ കൂടിയാണിത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. വിളിച്ചായാലും വാട്സപ്പിൽ മെസ്സേജ് ആയാലും ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നത്, കാരണം ഞാൻ വൈകുന്നേരമാണ് വാട്സപ്പ് ഗ്രൂപ്പ് ആയാലും ഓപ്പൺ ചെയ്യുന്നത്, വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, എന്തുണ്ടെങ്കിലും ഞാൻ വാട്സപ്പിൽ റിപ്ലൈ തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വാട്സപ്പിൽ റിപ്ലൈ കൊടുക്കാറുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന കാര്യം ശരിയായിട്ടുള്ള കാര്യമാണോ? അതായത് ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് അവർ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ നിന്ന് നമ്മൾ തന്നെ വീഡിയോ കണ്ടാൽ നമുക്ക് വാച്ചറും അതുപോലെ വ്യൂസ് ഒക്കെ കയറും എന്നാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ നമ്മൾ വീഡിയോ കാണുന്നത്, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള ആ ഫോണിൽ നിന്ന് തന്നെ നമ്മുടെ വീഡിയോ നമ്മൾ കാണുന്നത് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ആരൊക്കെ കണ്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ചാനൽ വ്യൂസും കയറത്തില്ല, എപ്പോഴും ഫ്രീസ് ആവുകയും ചെയ്യും. അപ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവരായാലും ലൈവിൽ ഓരോരുത്തരുടെയും അക്കൗണ്ട് ലിങ്ക് ഷെയർ ചെയ്തിട്ട് എന്താണ് പ്രശ്നമെന്ന് പറയുന്നവരായാലും അവരൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചാനലിൽ നിന്ന് നിങ്ങൾ വീഡിയോ കാണാതിരിക്കുക, നിങ്ങളുടെ സ്വന്തം വീഡിയോ നിങ്ങളുടെ ചാനലിൽ നിന്ന് കാണാതിരിക്കുക. നിങ്ങൾ എപ്പോഴൊക്കെ കാണുന്നു അപ്പോഴൊക്കെ നിങ്ങളിടുന്ന ഷോർട്സിനായാലും വീഡിയോസിനായാലും വ്യൂസ് ഡൗൺ ആകത്തേ ഉള്ളൂ. യൂട്യൂബിന്റെ പോളിസി എന്ന് പറയുന്നത്, നമ്മളിടുന്ന ഷോർട്സിനായാലും നമ്മളിടുന്ന വീഡിയോസിനായാലും യൂട്യൂബ് ഒരു ആഡ്സ്, ഒരു അഡ്വർടൈസ്മെന്റ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനൽ കാണുന്നവരാണ് നമ്മുടെ ചാനലിലെ ആഡ്സ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇൻകം ആയാലും റവന്യൂ ആയാലും ഉണ്ടാക്കി തരുന്നത്. നമ്മൾ സ്വന്തം നമ്മുടെ ചാനലിലെ ആഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് റവന്യൂ കിട്ടുന്നത്? അപ്പോൾ നമുക്കിങ്ങനെ ആഡ്സ് വഴി യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആയാലും, നമ്മൾ ലോങ് വീഡിയോ ആണ് പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ ലോങ് വീഡിയോയ്ക്ക് 40% യൂട്യൂബിനും 60% നമുക്കുമാണ്. ഷോർട്സിനാണെങ്കിൽ 60% യൂട്യൂബിനും 40% നമുക്കുമാണ് കിട്ടുന്നത്. യൂട്യൂബ് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ തന്നെ നമ്മുടെ വീഡിയോ കയറി കണ്ടാൽ അത് ഇൻവാലിഡ് ക്ലിക്കായിട്ട് യൂട്യൂബ് പരിഗണിക്കുകയും നമ്മുടെ ചാനൽ ഫ്രീസ് ആകുകയും ചെയ്യും. നമ്മുടെ വീഡിയോ നമ്മൾ തന്നെ കാണാതിരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മുടെ ഫോണിൽ ഒരു IP അഡ്രസ് ആണല്ലോ. ആ IP അഡ്രസ്സിൽ ചിലപ്പോൾ ഒരു മെയിൽ ID കാണും, 2 മെയിൽ ID കാണും. ഈ മെയിൽ ഐഡികൾ വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന യൂട്യൂബ് ചാനലിൽ നിന്നൊക്കെ നമ്മളെ വീഡിയോ കണ്ടാലും, നമ്മുടെ സ്വന്തം വീഡിയോ കണ്ടാലും അതൊക്കെ ഇൻവാലിഡ് ക്ലിക്കായിട്ട് യൂട്യൂബ് പരിഗണിക്കും. പിന്നെയുള്ള ഒരു ഹോപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കസിൻസ്, നമ്മുടെ അച്ഛൻ, അമ്മ, ഫാമിലി മെമ്പേഴ്സ്, അവരുടെയൊക്കെ ഫോണിൽ നിന്ന് കണ്ടാൽ വലിയ ഇഷ്യൂ ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മുടെ ഫോണിലെ വൈഫൈ നമ്മൾ ഷെയർ ചെയ്തിട്ട് വേറൊരു ഫോണിൽ നിന്ന് കണ്ടാലും അതും ഇൻവാലിഡ് ക്ലിക്കായിട്ട് പരിഗണിക്കും. നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനാണെങ്കിൽ ഇതുപോലെ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. നമ്മുടെ ഫോണിൽ ഒരു മെയിൽ ID ഉണ്ടെങ്കിൽ അതിൽ 2 or 3 ചാനൽ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ ചാനലുകളിൽ നിന്നൊക്കെ നമ്മുടെ വീഡിയോ കണ്ടാലാണ് പ്രോബ്ലം. നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറച്ച് കറക്ഷൻസോ എഡിറ്റിങ്ങോ, അതോ നമുക്ക് നമ്മുടെ കമന്റിന് റിപ്ലൈ കൊടുക്കണമെന്നോ, കമന്റ് പിൻ ചെയ്യണമെന്നോ, ഷെയർ ചെയ്യണമെന്നോ, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആ വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ ആ വീഡിയോ പ്ലേ ചെയ്യാൻ അനുവദിക്കാണ്ട് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ഒരിക്കലും സ്വന്തം അക്കൗണ്ടിൽ നിന്ന് സ്വന്തം വീഡിയോ കാണാതിരിക്കുക. അപ്പോൾ ഇതിലുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബും ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. മാത്രമല്ല, യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റിന് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം മറക്കാണ്ട് കാണുകയും വേണം. അപ്പോൾ ഓക്കെ, ബൈ.